വിനായക് ദാമോദർ സവർക്കറുടെ ജീവിത കഥ പറയുന്ന സ്വതന്ത്ര വീർ സവർക്കർ എന്ന സിനിമ വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണു. കേരളത്തിൽ മിക്കയിടത്തും ചിത്രത്തിൻ്റെ ഒരു ഷോ പോലും ഇല്ല. ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമായും രാഷ്ട്രീയ അജണ്ടയും സിനിമ മോശമായതുമാണ് ബോക്സ് ഓഫീസിലെ ഈ തകർച്ചയ്ക്ക് കാരണം. സിനിമ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്ന് സംവിധായകൻ രൺദീപ് ഹൂഡ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. രൺദീപ് ഹൂഡയുടെ ആദ്യ സംവിധാന സംരംഭമായ വീർ സവർക്കർ മാർച്ച് 22-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഹൂഡ തന്നെയാണ് ചിത്രത്തിൽ നായകനായ സവർക്കറുടെ വേഷം അവതരിപ്പിച്ചത്. ഈ വേഷം ചെയ്യാൻ വേണ്ടി ഹൂഡ ശരീരഭാരം 60 കിലോയായി കുറച്ചതായും വലിയ വാർത്തയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് 10-ാം ദിവസം വെറും 1.9 കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ആഗോള കളക്ഷൻ. 2-ാം വാരത്തിലേക്ക് എത്തിയിട്ടും ചിത്രത്തിന് ഇതുവരെ കളക്ട് ചെയ്യാൻ സാധിച്ചത് 15.8 കോടി മാത്രമാണ്. മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ പോലും ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആളാണ് സവർക്കർ എന്ന് സ്ഥാപിക്കാനാണ് ഹൂഡ ഈ ചിത്രത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ഹിന്ദി, മറാത്തി ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഈ ചിത്രത്തെ സഹായിച്ചില്ല. വിനായക് ദാമോദർ സവർക്കറുടെ ബയോപിക്കായ ഈ ചിത്രം നിർമ്മിക്കാൻ സ്വത്തുക്കൾ വരെ വിൽക്കേണ്ടി വന്നുവെന്ന് ചിത്രത്തിൻ്റെ സംവിധായകനും നടനുമായ രൺദീപ് ഹൂഡ പലപ്പോഴും പറഞ്ഞിരുന്നു. ചിത്രത്തിന് വേണ്ടി 2 വർഷം മാറ്റിവെക്കേണ്ടി വന്നെന്നും പണത്തിനായി വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നെന്നും രൺദീപ് വെളിപ്പെടുത്തിയിരുന്നു. ഈ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ തനിക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്നും അച്ഛൻ തനിക്ക് വേണ്ടി വാങ്ങിയ സ്വത്തുക്കൾ ഈ സിനിമയ്ക്കായി വിറ്റു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടും ഈ ചിത്രത്തിന് ലഭിക്കേണ്ട തരത്തിലുള്ള പിന്തുണ ഇല്ലാതെ പോയതിൽ ഏറെ ദുഃഖമുണ്ടെന്നും രൺദീപ് പറയുന്നു. ഓഗസ്റ്റ് 15-നോ ജനുവരി 26-നോ ആയിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പല പ്രതിസന്ധികളും മറ്റ് പ്രശ്നങ്ങളും കാരണം റിലീസ് തീയതി നീണ്ടുപോയി എന്നാണ് രൺദീപ് പറയുന്നത്. സവർക്കറുടെ കഥാപാത്രത്തിന് വേണ്ടി ഭാരം കുറച്ചതിനെക്കുറിച്ചും രൺദീപ് സംസാരിച്ചിരുന്നു. ഭാരം 60 കിലോഗ്രാം വരെ എത്തിച്ചു. സിനിമ നീണ്ടുപോയതിനാൽ വളരെ കാലം ഇങ്ങനെ ഭാരം കുറിച്ച് തന്നെ ജീവിക്കേണ്ടി വന്നു. ശരിയായ ഭക്ഷണമില്ലാതെ വെള്ളവും കട്ടൻ കാപ്പിയും ഗ്രീൻ ടീയും കുടിച്ചാണ് ഈ സിനിമ ചെയ്തത്. ഭക്ഷണശീലങ്ങളിലെ മാറ്റം പിന്നീട് ഉറക്കപ്രശ്നങ്ങളിലേക്ക് നയിച്ചു. ഈ ക്ഷീണം കാരണം സെറ്റിൽ താൻ വീണുപോയിട്ടുണ്ടെന്നും രൺദീപ് പറയുന്നു. കുതിരപ്പുറത്ത് കയറുന്നതിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതും ലിഗമെൻറ്റുകൾക്ക് പ്രശ്നമുണ്ടായതും എല്ലാം ഈ സിനിമയുടെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നു എന്നാണ് ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. ബോളിവുഡിലോ ഹോളിവുഡിലോ എടുത്താലും സംവിധാനം ചെയ്യാൻ ഇനി സ്പീൽബർഗോ ജെയിംസ് കാമറൂണോ വന്നാലും കഥ സവർക്കറുടെ തന്നെ അല്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു നാടൻ പ്രയോഗമാണ് ഓർമ്മ വരുന്നത്. തേങ്ങ എത്ര അരച്ചാലും എന്താ, താളല്ലേ കറി എന്നത്.